പ്രണയമണി തൂവൽ ഭാഗം 22. വണ്ടി നിർത്തി രാമകൃഷ്ണൻ അകത്തേക്ക് കയറി. ഹാൾമുറിയിലിരുന്ന് എന്തോ വായിക്കുകയായിരുന്ന നീലിമ. അച്ഛനെ കണ്ടതും അവൾ എഴുന്നേറ്റു. ആ, അച്ഛൻ വന്നോ? ഞാൻ ചായ എടുക്കാം. ഇപ്പോൾ വേണ്ട മോളെ, കുറച്ച് കഴിയട്ടെ. അയാൾ ഗൗരവത്തോടെ അവിടെ ഇരുന്നു. എന്താ അച്ഛാ മുഖത്തൊരു ഗൗരവം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഞാനിന്ന് ഹരി ടൗണിൽ വെച്ച് കണ്ടിരുന്നു. കുറേ സമയം അയാൾ എന്നോട് സംസാരിച്ചു. ഓ, വാസന്തി ആൻറ്റിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? അവരെപ്പോഴാണ് വന്നത്? വന്നിട്ട് കുറച്ച് ദിവസമായെന്നാണ് പറഞ്ഞത്. അബിക്ക് ബിസിനസ്സൊക്കെ വിട്ട് അവിടെ കുറേ കാലം നിൽക്കാൻ കഴിയില്ലല്ലോ. അല്ല, അവളോ? പ്രിയ? അവൾ വന്നിട്ടില്ല. ഇനി വരുന്നുമില്ലെന്നാണ് പറയുന്നത്. അത് കേട്ടതും അവൾ അമ്പരപ്പോടെ എഴുന്നേറ്റ്. എന്ത്? അബിയാണ് അവളെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് കള്ളം പറഞ്ഞല്ലേ അവൾ കല്യാണം കഴിച്ചത്. അതിപ്പോൾ പൊളിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി അവൾ അവൻ്റെ ജീവിതത്തിൽ വേണ്ടെന്ന് അവളടക്കം എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചത്ര. അത് കേട്ടതും അവൾ ചിരിച്ചു. അത് കൊള്ളാമല്ലോ അച്ഛാ. ഇതൊരു ചാൻസാണ്. വീണ്ടും അബിയുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റിയ ചാൻസ്. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ സാധിക്കും അച്ഛാ, നീലിമ ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ സൂക്ഷിക്കണം. കരുതലോടെ വേണം എല്ലാം ചെയ്യാം. ആദ്യം അബിയെ നീ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. മുൻകോപക്കാരനാണ്, പക്ഷേ സെൻറ്റിയിൽ അവൻ വീഴും അച്ഛാ. ആയിക്കോട്ടെ. ഇനി പിഴയ്ക്കരുത്. പിഴച്ചാൽ വീണ്ടും ഒരു അവസരം കിട്ടാൻ പാടാണ്, അയാൾ പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു അച്ഛാ. അബിയെ എങ്ങനെ പരിധിയിൽ വരുത്തണമെന്ന് എനിക്ക് നന്നായി അറിയാം. അതും പറഞ്ഞ് ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. കാർ നിർത്തി ചാവി സെക്യൂരിറ്റി ഏൽപ്പിച്ച് അബി അകത്തേക്ക് നടന്നു. തൻ്റെ ക്യാബിനിലേക്ക് പോകവെയാണ് അവിടെ ചെയറിലിരിക്കുന്ന നീലിമയെ അവൻ കണ്ടത്. അവരൊന്ന് സംശയിച്ചു. ഇവളെന്തിനാ ഇവിടെ വന്നത്? അവൾ അവനെ നോക്കി ചിരിച്ചു. അവൻ പക്ഷെ മൈൻഡ് ചെയ്യാതെ ക്യാബിനിലേക്ക് നടന്നു. പിന്നാലെ അവളും ചെന്നു. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പിന്നാലെ അവളും. അബിയേട്ടാ പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. അവൻ തിരിഞ്ഞ് അവളെ നോക്കി. നിനക്ക് എന്താ വേണ്ടത്? അബിയേട്ടാ, ഞാൻ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു മനുഷ്യനല്ലേ. അബിയേട്ടനെ നഷ്ടമായ അന്ന് മുതൽ നെരിപ്പോടിലെന്ന പോലെയാണ് ഞാൻ കഴിഞ്ഞത്. മരിക്കാൻ വരെ തോന്നിപ്പോയി. അതിനൊരുങ്ങിയതാണ്. പക്ഷേ അച്ഛനോർത്തപ്പോൾ ധൈര്യം വന്നില്ല. ദേഷ്യം കൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടി. അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നിന്ന് അബിയേട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ ജീവനായിട്ട് ഞാൻ അബിയേട്ടനെ സ്നേഹിച്ചത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നിച്ച് ഒരു ജീവിതത്തിലേക്ക് അടുത്തപ്പോഴല്ലേ പ്രിയ നമുക്കിടയിലേക്ക് കടന്നു വന്നത്, എല്ലാം തകർത്തത്. എൻ്റെ സ്ഥാനത്ത് അബിയേട്ടനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യില്ല. പ്രിയോടുള്ള ദേഷ്യത്തിൻ്റെ തേജതാണെല്ലാം. പക്ഷെ അതിൻ്റെ പേരിൽ അബിയേട്ടൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അബിയേട്ടൻ എന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞ് അവൾ അവൻ്റെ കാലിൽ വീണതും അവൻ പിന്നോട്ട് മാറി. എന്തീ കാണിക്കുന്നേ? എഴുന്നേക്ക്, അവൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീ ചെല്ല്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കേട്ടതും അവൾ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിച്ചു. മതി, ഇത് കേട്ടാൽ മതി. പിന്നെ അബിയേട്ടന് എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അബിയേട്ടനല്ലാതെ മറ്റൊരു പുരുഷന് സ്ഥാനം ഉണ്ടാവില്ല. അതും പറഞ്ഞ് വിജയഗർവോട് ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. ഈ സമയം ദീപക് അവിടേക്ക് വന്നു. പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന നീലിമയെ അവൻ നോക്കി. ഇവളെന്താടാ ഇവിടെ? ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കാൻ വന്നതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ? അവളോട് ദേഷ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല, പ്രിയയുടെ കാര്യം എന്തായി? അവൾ നിന്നെ വിളിക്കാൻ മറ്റോ ചെയ്തോടാ? അവൻ്റെ മുഖം പാടി. ഇല്ല, അവളെന്തോ കാര്യമായിട്ട് മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതെങ്ങനെ? ഇല്ലേ, വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലേ? കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണമെന്ന്. പിന്നെ ദീപു, നിന്നെ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താടാ? അമ്മായി മരിച്ചതിൻ്റെ 40 ദിവസം അടുക്കാറായിരിക്കുക. ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് നാട്ടിലേക്ക് പോകണം. നീയും വരണം. അത് പറയാനാ വിളിക്കണമെന്ന് പറഞ്ഞത്. ഓ ആണോ?
ആയിക്കോട്ടെ, ദീപക് പറഞ്ഞു. അപ്പോൾ അബിയുടെ ഫോൺ അടിച്ചു. അവൻ എടുത്തു നോക്കി. അറിയാത്ത നമ്പറാണല്ലോ, എടുത്തു നോക്ക്. അവൻ കോൾ എടുത്തു. ഹലോ ഹലോ, അഭിമന്യല്ലേ? അതെ, ആരാണ്? ഞാൻ അഡ്വക്കേറ്റ് ഗൗരി, കൃഷ്ണപ്രിയയുടെ സുഹൃത്താണ്. അത് കേട്ടത് അവനെ നെറ്റിച്ചൊളിഞ്ഞു. ആ, എന്താ ഇപ്പോൾ വിളിച്ചത്? അത് പിന്നെ പ്രിയ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവൾ എന്നോട് പറഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയാം. പ്രിയയ്ക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾക്ക് ഡിവോഴ്സ് വേണം. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. അത് കേട്ടതും അവൻ ഞെട്ടി. എന്ത്, ഡിവോഴ്സോ? അവൾ എന്താ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? അവൾക്ക് തോന്നുമ്പോൾ കെട്ടാനോ തോന്നുമ്പോൾ ഉപേക്ഷിച്ച് പോകാനും ഞാൻ അവളുടെ വേലക്കാരനാണെന്നാണോ അവൾ കരുതിയിരിക്കുന്നത്? അവൾക്ക് തോന്നുമ്പോൾ ഇട്ട് കളിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. അപ്പിയും കൂൾ, നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിച്ച് എന്തിൻ്റെ ജീവിതം ഹോമിക്കുന്നത്? അഭിമന്യു നന്നായി ഒന്ന് ആലോചിക്കും, എന്നിട്ട് തീരുമാനം പറയും. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് ടേബിളിലിട്ടു. അവൾ എന്താ കരുത്തി വെച്ചിരിക്കുന്നത്? അവൾക്ക് തോന്നുമ്പോൾ സ്നേഹിക്കാനും വേണ്ടെന്ന് തോന്നുമ്പോൾ ഇട്ടെറിച്ച് പോകാനും ഞാനെന്താ കളിപ്പാവയാണെന്ന് കരുതിയോ? അവൻ ക്രോധത്തോടെ എന്തൊക്കെയോ പുലമ്പി. എന്താടാ, എന്താ പ്രശ്നം? ആരെ വിളിച്ചത്? ദീപക് മനസ്സിലാവാതെ ചോദിച്ചു. പ്രിയയുടെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത്. അവൾക്ക് ഡിവോഴ്സ് വേണത്രേ, അതിനു വേണ്ടിയോ വിളിച്ചത്. അത് കേട്ടതും ദീപക് അമ്പരുന്നു. ഡിവോഴ്സോ? അവൾ എന്തൊക്കെയാടേ കാട്ടിക്കൂട്ടുന്നത്? ഇത്ര വരെ ഒന്നും ഞാൻ കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ ഇനിയില്ല, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഇനി ഞാൻ അടങ്ങും, അവൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ദീപക് ഒന്ന് പകച്ചു. എടാ, നീ എന്ത് ചെയ്യാൻ പോവാ? അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്? എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടു. അതും പറഞ്ഞ് അവൻ നടന്നു. ഈശ്വരാ, ഇനി അടുത്ത അംഗത്തിനുള്ള പുറപ്പാടിലാണോ എന്തോ, നീ തന്നെ തോണം, അവൻ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. രാത്രി മുറിയിലിരുന്ന് ആലോചനയിലായിരുന്നു അബി. അപ്പോഴാണ് ഫോൺ അടിച്ചത്. അവനത് എടുത്തു നോക്കി. നീലിമയുടെ പേര് കണ്ടതും അവൻ്റെ മുഖം മാറി. ഇവളെന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? അവൻ ദേഷ്യത്തോട് പറഞ്ഞു. പിന്നെ കോൾ എടുത്തു. ഹലോ. ഓ, ആശ്വാസമായി. എൻ്റെ പേര് കണ്ട അബിയുടെ ഫോൺ എടുക്കില്ലെന്ന് സംശയിച്ച് വിളിച്ചത്. ഏതായാലും എടുത്തല്ലോ, അത് മതി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാ ഇപ്പോൾ വിളിച്ചത്? ഒന്നുമില്ല, എന്തോ അബിയുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. എൻ്റെ ശബ്ദം കേൾക്കാൻ ഞാനിവിടെ താരാട്ട് പാട്ടൊന്നും പാടുന്നില്ല. അതിന് പറ്റിയ ശബ്ദവും അല്ല എൻ്റേത്. അബിയേട്ടാ, അത് സോറി നീലിമ, ഞാനിപ്പോൾ സംസാരിക്കാൻ പറ്റിയ മൂഡിലല്ല, നീ പിന്നെ വിളിക്കും. അതും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. ചൂരൻ ചാരി കണ്ണടച്ച് ഇരുന്നു. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ എന്തോ ആശയം മിന്നി. അവൻ ചാടി എഴുന്നേറ്റു. അതെ, അത് തന്നെയാണ് ഐഡിയ. പ്രിയ, എന്നെ വേണ്ടെന്ന് പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ഞാനത് തിരുത്തി പറയിക്കുകയടി. ഇനി നീ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ, അവൻ ചിരിയോട് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റത് മുതലേ പ്രിയയ്ക്ക് എന്തുകൊണ്ടോ സന്തോഷം തോന്നി. രാത്രി അത്താഴത്തിൻ്റെ സമയത്താണ് ചെറിയച്ചൻ പറഞ്ഞത് അമ്മായിയും അഭിയേട്ടനുമെല്ലാം നാളെ വരുമെന്ന്. അത് കേട്ടത് മുതൽ എന്തോ ഒരു ഫീലായിരുന്നു അവൾക്ക്. ദിവസങ്ങൾക്ക് ശേഷം അബിയെ കാണുന്നതിലുള്ള സന്തോഷമായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറി ആവേശത്തോടെ ജോലിയൊക്കെ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. ഇന്നലെ വരെ ഒന്നും ഇല്ലാതെ മൂലയ്ക്ക് ചേർന്നിരുന്ന പെണ്ണ ഇത് കണ്ടില്ലേ ഒരു മാറ്റം, അവർ പറഞ്ഞു. കാറിൻ്റെ ഹോൺ കേട്ട് അവൾ ആവേശത്തോടെ ഉമ്മറത്തേക്ക് ചെന്നു. കാറിൽ നിന്നതും ഡോർ തുറന്ന് ഗോമതിയും നിമ്മിയും ഹരിയും ഗിരിയും യമുനയും ഇറങ്ങി. ഗോമതിയും നിമ്മിയും വന്ന് പ്രിയെ ആശ്ലേഷിച്ചു. അവളുടെ കണ്ണുകൾ അബിയെ തിരഞ്ഞു. അപ്പോൾ മറ്റൊരു കാർ അവിടെ വന്ന് നിന്നു. അതിൽ നിന്നും ദീപക്കും അബിയും ഇറങ്ങി. അബിയെ കണ്ടതും അവളുടെ ഹൃദയം തുടിച്ചു. അവൻ പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ നേരെ രവിയുടെ അരികിലേക്ക് ചെന്നു. ചെറിയമ്മാവ, ഗോപു, അവരോട് കുശലാന്വേഷണം നടത്തി. പിന്നെ മുത്തശ്ശൻ്റെ അരികിലേക്ക് ചെന്നു. എല്ലാവരോടും സന്തോഷത്തോടെ അവൻ സംസാരിച്ചു കൊണ്ട് ഹാൾ മുറിയിലിരുന്നു. അവൻ്റെ പെരുമാറ്റം കണ്ട് അവൾക്ക് സങ്കടം തോന്നി. അവൾ പതിയെ ഹാളിലേക്ക് വന്നു. യാത്ര ചെയ്ത് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്ത ക്ഷീണം, ഞാൻ ഒന്ന് കുളിക്കട്ടെ, അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. അവൻ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തതിൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ദീപക് അവളുടെ അരികിലേക്ക് ചെന്നു. പ്രിയ, സുഖമാണോ?
അതും പറഞ്ഞ് അവൾ വേഗം കണ്ണുകൾ തുളച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ദീപക് ദേഷ്യത്തോടെ അബിയെ നോക്കി. ഇവനെന്ന് ഞാൻ. അവന് മുകളിലേക്ക് കയറിപ്പോയി. നീ എന്താണ് ആ പെണ്ണിനെ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യാതിരുന്നത്? മുറിയിലെത്തിയതും ദീപക് ചോദിച്ചു. ആരെ? പ്രിയയോ? എന്നെ വേണ്ടെന്ന് പറഞ്ഞവളെ ഞാനെന്തിനു മൈൻഡ് ചെയ്യണം? അതിൻ്റെ ആവശ്യമില്ല, അവൻ കൂസലില്ലാതെ പറഞ്ഞു. അബി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രിയ നിനക്ക് വേണ്ടെന്നാണോ? എനിക്ക് അവളെ വേണ്ടത് ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല. അവളാണ് എന്നെ വേണ്ടത് പറഞ്ഞത്. എൻ്റെ മനസ്സിൽ എന്തായിരുന്നെന്ന് അവളോട് ഞാൻ തുറന്ന് പറഞ്ഞതാണ്. അതറിഞ്ഞു വെച്ചിട്ടും അവളല്ലേ പിരിയെന്ന് പറഞ്ഞത്. ഏതായാലും ഇവിടെ നിന്ന് പോകും മുമ്പ് ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, അബി ഉറപ്പിച്ച് പറഞ്ഞു. പിറ്റേന്ന് ചടങ്ങുകളെല്ലാം ഭംഗിയായി പൂർത്തിയായി. അതിനുശേഷം അബി എല്ലാവരെയും ഹാൾ മുറിയിൽ വിളിച്ചുകൂട്ടി. ഞാനിപ്പോൾ എല്ലാവരും വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് എന്നെ സ്നേഹിച്ച പെണ്ണിനെ മറന്ന് മറ്റൊരുവളുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നത്. ആ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ വിധി മറ്റെന്തൊക്കെയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നെ ഫോൺ ചെയ്തിരുന്നു. അടുക്കരി ഗൗരി, കൃഷ്ണപ്രിയയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. ആവശ്യം അവളുടെ കൂട്ടുകാരിക്ക് എന്നിൽ നിന്നും വിവാഹമോചനം വേണം. അത് കേട്ടതും എല്ലാവരും ഞെട്ടലോട് പ്രിയയെ നോക്കി. അവൾ പരിഭ്രമത്തോടെ മുഖം കുനിച്ച് നിന്നു. ആദ്യം അത് കേട്ടപ്പോൾ അംഗീകരിക്കാനായില്ല എനിക്ക്. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി. എൻ്റെ ഇഷ്ടമോ സമ്മതമോ ചോദിച്ചല്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നിട്ടിപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ പോകുന്നു. അവൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനും എൻ്റെ മനസ്സ് സത്രമല്ല, എൻ്റെ ജീവിതമാണ്. അത് അവൾക്ക് തോന്നിയ പോലെ പന്താടാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഞാനും ഉറച്ചൊരു തീരുമാനം എടുക്കുക. പ്രിയ പറഞ്ഞതുപോലെ ഇനി ഒന്നിച്ചൊരു ജീവിതം വേണ്ട ഞങ്ങൾക്ക്. അവൾ പറഞ്ഞതുപോലെ ഡിവോഴ്സിന് എനിക്ക് സമ്മതമാണ്, അവൻ കൂസലില്ലാതെ പറഞ്ഞു. പ്രിയ ആകെ ഞെട്ടിപ്പോയി. തളർന്നു വീഴാതിരിക്കാൻ അവൾ ചുവരിൽ ചാരി നിന്നു. പിന്നെ ഇനിയും ആർക്കു വേണ്ടിയും എൻ്റെ ജീവിതം തെളിക്കാൻ എനിക്ക് സമ്മതമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വധു മറ്റാരുമല്ല, ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടും ഇന്നും എന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പെണ്ണുണ്ട്. അവിടെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി. വേറെ ആരുമല്ല, നീലിമ. ആ പേര് കേട്ടതും ഗോമതിയും പ്രിയയും ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ഹരിശങ്കറിന് അത് കേട്ടതും സന്തോഷമായി. അന്ന് ഇവിടെ വെച്ച് നടക്കാതെ പോയ ആ വിവാഹം ഇത്തവണ നടത്തണം. മുത്തശ്ശൻ തന്നെ അത് നടത്തി തരണം, അബി മോഹനോടായി പറഞ്ഞു. അയാൾ വിഷമത്തോടെ മുഖം കുനിച്ചിരുന്നു. പിന്നെ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. ഞാൻ നടത്തിത്തരും, അയാൾ പറഞ്ഞു. പിന്നെ വേഗം തിരിഞ്ഞു നടന്നു. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. പ്രിയ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് ചെന്നു. അകത്ത് കയറി അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. കുറേ സമയം അവൾ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ മുഖമുയർത്തി എന്തുകൊണ്ട് തൻ്റെ അച്ഛനെയും അമ്മയും കാണണമെന്ന് അവൾക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചു. പിന്നെ താഴേക്ക് ചെന്നു. ഹാളിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന രാഗിണി. ചെറിയമ്മേ, പ്രിയയുടെ വിളിയുടെ രാഗിണി മുഖമുയർത്തി നോക്കി. എന്താ മോളെ? അത് ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അത് കേട്ട് രാഗിണി ഒന്ന് പകച്ചു. അത് മോളെ, നീ തനിച്ച് ഗീതുണ്ണിയമ്മയാണെങ്കിൽ ലൈബ്രറിയിലേക്കെന്ന് പറഞ്ഞ് പോയേക്കുക. രവീട്ടനും അച്ഛനൊന്നും ഇവിടെ ഇല്ല താനും. കുറച്ച് കഴിയട്ടെ, ഗീതുണ്ണിയമ്മയും വന്ന് അവരെയും കൂട്ടി പോയിക്കോ. അത് വേണ്ട ചെറിയമ്മേ, അച്ഛൻ്റെ അസ്ഥിത്തറയിൽ വിളക്കം മുടക്കരുത്. പിന്നെ അവിടേക്കൊന്ന് ഇടിച്ച് വൃത്തിയാക്കിയും വേണം. ഞാൻ പോയിക്കോളാം മോളെ. അത് രാഗിണി ആശങ്കയോടെ വിളിച്ചു. അവളൊന്ന് പിഞ്ചിരിച്ചു. ചെറിയമ്മ പേടിക്കണ്ട, ഞാനൊരു അബദ്ധവും കാണിക്കാൻ പോകുന്നില്ല. കുറച്ച് സമയം അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഇരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പോകുന്നതാ. വിളക്ക് വെച്ചതിന് ശേഷം തിരിച്ചു വരും ഞാൻ. അത് പറഞ്ഞ് പ്രിയ നടന്നു. മുകളിൽ നിന്ന് അബി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇനിയാണ് കളി മോനെ. അവൻ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അച്ഛനമ്മമാരുടെ അസ്ഥിത്തറയ്ക്ക് മുന്നിലിരുന്ന് അവൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ എന്തുമാത്രം മനുവേട്ടിനെ സ്നേഹിച്ചിരുന്നു എന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് കള്ളും കുടിച്ച് മനുവേട്ടിനെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. എന്നിട്ട് ഇപ്പം മറുപടി കേട്ടില്ലേ, പിരിയെന്ന്. എന്നിട്ട് അവിടെ കുടുംബം കലക്കാൻ വേണ്ടി കച്ച് കെട്ടിയിറങ്ങി ആ നീടിമ മനുവേട്ടൻ കെട്ടിക്കോളാന്ന്. അവൾ മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അതോടെ ആ കുടുംബത്തിൻ്റെ നാശമായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാനല്ലേ
അങ്ങനെ സംഭവിക്കാതിരിക്കാനല്ലേ അമ്മായി എന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് എന്നെക്കൊണ്ട് മനുവേട്ടനെ വിവാഹം കഴിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ അവളെ തന്നെ മനുവേട്ട് കല്യാണം കഴിക്കുക എന്നാണ്. അവളെ തന്നെ മനുവേട്ട് കല്യാണം കഴിക്കുക എന്ന് വെച്ചാൽ ഇല്ല, അത് അനുവദിച്ച് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ മനുവേട്ട് ദോഷം വരുന്നതെന്ന് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കതിന് കഴിയില്ല. എന്തെങ്കിലും ഉടനെ ചെയ്ത് തന്നെ വേണം. അവൾ മനസ്സിലുറപ്പിച്ചു. പിന്നെ അകത്തേക്ക് നടന്നു. അലമാര തുറന്ന് പുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ച മയിൽപ്പീലിയും മഞ്ചാടി കുരുക്കളും അവൾ കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുട്ടിക്കാലത്ത് മനു തനിക്കായി തന്ന സമ്മാനമാണ്. അതെല്ലാം ഇന്നും ഒരു നിധി പോലെ അവൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതും നോക്കിയിരിക്കവേ ആരോ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അവളൊന്ന് പകച്ചു. ആരാ ഈ നേരത്ത്? അവൾ ചെന്ന് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന അഭിയെ കണ്ട് അവളുടെ നെഞ്ച് തുടിച്ചു. നിന്നെ കാണാൻ ഞാൻ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടില്ല. ചെറിയമ്മയോട് ചോദിച്ചപ്പോൾ നീ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങ് പോകുന്നത്. എന്താ കാര്യം? പറയാം, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അവൻ ചോദിച്ചു. അവൾ വഴിമാറി കൊടുത്തു. അവൻ അകത്തേക്ക് കയറി. എന്തിനാ എന്നെ അന്വേഷിച്ചത്? വേറെ ഒന്നിനല്ല. അത് പറഞ്ഞ് അവനൊരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതാ നീ ചോദിച്ച സാധനം, ഡിവോഴ്സ് നോട്ടീസ്. ഇടിവിട്ടേറ്റതുപോലെ അവൾ നിന്നുപോയി. ഇതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നീ സൈൻ ചെയ്യണം. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ എളുപ്പത്തിൽ കിട്ടുമെന്ന അഡ്വക്കേറ്റ് പറഞ്ഞത്. ഇതാ ഒപ്പിട്. വിറയാർന്ന കരങ്ങളോടെ അവളത് വാങ്ങി. അവൻ നീട്ടിയ പേനയും വാങ്ങി ആ പേപ്പറിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് തന്നെ അക്ഷരങ്ങളൊന്നും തന്നെ വ്യക്തമായില്ല. അവൾ ഒപ്പിടാനൊരുങ്ങി. പെട്ടെന്ന് ദേഷ്യത്തോടെ പേന വലിച്ചെറിഞ്ഞു. പേപ്പർ എടുത്ത് പല കഷ്ണങ്ങളായി മുറിച്ച് വലിച്ചെറിഞ്ഞ് അവൾ അവൻ്റെ അരികിലേക്ക് പാഞ്ഞു ചെന്ന് ഷട്ടിൽ കടന്നു പിടിച്ചു. അവൻ ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് എന്നെ ഡിവോഴ്സ് ചെയ്യണം അല്ലേ? എന്നിട്ട് ആ ഒരുമിട്ടുള്ള കിടണം അല്ലേ? ഇതിനാണ് കുട്ടിക്കാലം തൊട്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചത്? എൻ്റെ ഓർമ്മക്കായിട്ട് എൻ്റെ കൊഴീസ് നിങ്ങളുടെ പേഴ്സിൽ തന്നെ കൊണ്ടു നടന്നത് ഒന്നും മൂക്കറ്റ് കുടിച്ച് വെളിവില്ലാത്ത പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? എന്നെ ഉപേക്ഷിച്ച് അവളെ കെട്ടണം പോലും വേണ്ടോ തനിക്ക്? കുട്ടിക്കാലം മുതലേ നിങ്ങൾ തന്ന മയിൽപ്പീലിയും മഞ്ചാടി കുരുക്കളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങൾ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് സ്വപ്നം കണ്ട് കിടന്നിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരു ഭാഷയ്ക്ക് ഡിവോഴ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പറഞ്ഞ് തിരുത്താതെ നിങ്ങളത് സമ്മതിച്ച് തരികയാണ് വേണ്ടേ? അത്രയേ ഉള്ളൂ എന്നോടുള്ള ഇഷ്ടം. അങ്ങനെയാണ് ഗ്രാഹിക്കും. പക്ഷെ പിന്നീട് ഞാൻ ജീവനോട് ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതണ്ട. ചത്തുകളി ഞാൻ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മനസ്സ് നിറഞ്ഞു. അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. അവളൊന്ന് പകച്ചു. അപ്പോൾ അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി. മതിയടി, ഇത് കേട്ടാൽ മതി എനിക്ക്. അവൾ എന്തെങ്കിലും പറയും മുമ്പേ അഭി അവളുടെ ചുണ്ടുകൾ കവർന്നു. അതിയായ ആവേശത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. തുടരും.